കേരളം വിധിയെഴുതാൻ ഇനി 6 നാൾ. പ്രചരണം ശക്തമാക്കി മുന്നണികൾ. മോദി നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നു. പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദത്തിൽ UDFിന്റെ പരാതിയിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നോട്ടീസ്. ചോദ്യങ്ങളോട് ക്ഷുഭിതനായി പ്രതികരിച്ച് TP രാമകൃഷ്ണൻ വർഗീയ ചുവയുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല എന്നും സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് ബോധപൂർവം ചിലർ ശ്രമിക്കുകയാണെന്നും LDF കൺവീനർ. മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന പാരമ്പര്യം UDFിനില്ലെന്നും വോട്ടിനായി സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാക്കരുതെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ FCRA ബിൽ പരിഗണിക്കില്ല. 16 മുതൽ 3 ദിവസം ചേരുന്ന സമ്മേളനത്തിൽ അജണ്ട വനിതാ സംവരണ ബിൽ മാത്രം. രാജ്യത്തെ ബിസിനസ് മേഖലയിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി നിയമവ്യവസ്ഥകളിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വിവിധ നിയമങ്ങളിലുള്ള 717 നിസാര കുറ്റങ്ങളെ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കി. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ റഷ്യ. കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും നൽകാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്തുറോവ്. മാർച്ചിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ 90% കുതിച്ചുചാട്ടം. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന് ഇറാൻ. അബുദാബിയിൽ 2 ആക്രമണം. ഹബ്ഷാൻ വാതക കേന്ദ്രത്തിൽ തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അജ്മാൻ മേഖലയിലും ആക്രമണം. ഇടുക്കി നെടുങ്കണ്ടത്ത് കടന്നൽ കുത്തേറ്റ് കർഷകൻ മരിച്ചു. ഒരു തൊഴിലാളിക്ക് പരിക്ക്. മരിച്ചത് തമിഴ്നാട് സ്വദേശി സുബ്രഹ്മണ്യൻ.